ഹലോ എവരിവൺ. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലും ദിശ അക്കാഡമിയുടെ നമ്പറിലും വിളിച്ച് ഒരുപാട് പേര് എൻക്വയറീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ്റെ ജെന്യൂനിറ്റി നിങ്ങളിലോട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് കുറേ പേര് 2-3 ദിവസങ്ങളായിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ ചോദിക്കുന്നത്? അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. കാരണം 2-3 ദിവസം മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് കുറേ പേര് ആ വീഡിയോ കാണുകയും ആ വീഡിയോയുടെ ജെന്യൂനിറ്റി മനസ്സിലാക്കാതെ എന്താണെന്ന് ഇൻഫർമേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആ ഒരു PDF അവർ ജനറേറ്റ് ചെയ്ത ഒരു PDF വെച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ഇത്ര വേക്കൻസീസുമായിട്ട് വിളിച്ചു, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ നിർബന്ധിതമാകുന്നത്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഒരു PDF ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിലും ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് പലയിടത്തും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ആക്ച്വലി ഇതൊരു നോട്ടിഫിക്കേഷൻ അല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് 2024 എന്ന് പറഞ്ഞ് ഒരു PDF ആണ്. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റി പറയുന്ന ഒരു PDF ആണ് ഇവിടെ കാണുന്നത്. ഇത് ആക്ച്വലി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പബ്ലിഷ് ചെയ്തൊരു PDF ഒന്നും അല്ല. ഇത് നോർമലി എന്താണ് സംഭവം എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് പറയുന്നത് ഓർഗനൈസേഷൻ RRB വേക്കൻസീസിന്റെ നമ്പർ ഇവിടെ അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 1,03,769. അതുപോലെ ക്വാളിഫിക്കേഷൻ, അതുപോലെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ അപ്ലൈ ഡേറ്റ് ലാസ്റ്റ് വീക്ക് ഓഫ് ജനുവരി ടെനേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ അത് ഫെബ്രുവരി എന്ന് പറഞ്ഞു. അതിന് താഴെ ഒരു വെബ്സൈറ്റ് കാണാം, studyfordreams.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇത് ഇവരുടെ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് ആക്ച്വലി റെയിൽവേയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നുമല്ല. ഒരു ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ, നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ചെയ്ത അവരുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയെ പറ്റിയുള്ള ഇൻഫോർമേഷൻ്റെ കൂടെ അവർ ഇഷ്യൂ ചെയ്തൊരു PDF. അല്ലാതെ ഇത് റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുമല്ല, ജസ്റ്റ് അവർ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഇട്ടൊരു PDF ആണ്. പക്ഷേ ഈ PDF അവർ കൃത്യമായിട്ട് വേക്കൻസീസോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ തോന്നിയത്. അതായത് ടോട്ടൽ 1,00,000 പുറത്ത് വേക്കൻസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റിൽ ഏതൊക്കെ വേക്കൻസീസ് ആണ് തുടങ്ങിയ ഇൻഫോർമേഷൻ എല്ലാം അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എലിജിബിലിറ്റി എന്താണ്, എക്സാമിൻ്റെ പാറ്റേൺ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ ഒരു PDF ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഒരുപാട് പേർക്ക് സംശയം തോന്നിയത്. RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നിങ്ങളോട് പറയട്ടെ, ഇതിൻ്റെ ജെനുവിനിറ്റി നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. റെയിൽവേ ഗ്രൂപ്പ് ഡി 2024 ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ ലൈവ് ആയിട്ടില്ല. നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷം, വരുന്നൊരു വർഷം റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഒരു പക്ഷേ ഇവർ പറയുന്നത് പോലെ ജനുവരിയിലോ ഡിസംബറിലോ ഒക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നേക്കാം. പക്ഷേ ഈ വന്ന ഇൻഫർമേഷൻ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്നും അല്ല, ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും അല്ല. അവരവരുടെ ചാനലിൽ റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു PDF മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഫോളോ ചെയ്ത് നമ്മുടെ റെയിൽവേ വീഡിയോ സീരീസ് കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവർക്കെല്ലാവർക്കും വീണ്ടും റെയിൽവേ എക്സാംസിനെ പറ്റി മനസ്സിലാക്കാനും വേണ്ടി പല വീഡിയോ സീരീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സാംസിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ദ്രോണ വീഡിയോ സീരീസ് എന്ന സീരീസിലൂടെ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് റെയിൽവേയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ഫേക്ക് ഇൻഫോർമേഷൻസ് ആണോ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ജെന്യൂൻ ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ ട്യൂൺ ഇൻ ചെയ്ത് നിന്നാൽ മാത്രം മതി. കൃത്യമായ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം നമ്മൾ എത്തിക്കുന്നുണ്ടാവും. അതിനുള്ള എല്ലാ പെയിനും എടുത്ത് തന്നെ നിങ്ങളുടെ കൂടെ ഒരു പറ്റം ആൾക്കാർ, ഒരുപാട് ഫാക്കൽറ്റീസും മറ്റ് ടെക്നീഷ്യൻസും എല്ലാവരും റെഡിയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.